നാളേക്ക് വന്നോ? അല്ല ഇപ്രാവശ്യം വെക്കേഷന് ഫാമിലി കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടില്ലല്ലോ, എന്ത് പറ്റിയേ? ഇപ്രാവശ്യം ഞാൻ കുട്ടികളോട് പിന്നെ ഈ വെക്കേഷന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങളെല്ലാവരും കൊണ്ടുവന്നാണ് കാണിച്ചു കൊടുക്കാന്ന് കരുതി 2 മാസത്തിന്. അതിന് നമ്മള് കരുതുന്ന മാതിരി ചിലപ്പോൾ നമുക്ക് നടന്നോണമെന്നില്ലല്ലോ. പിന്നെ നമ്മള് 2-3 മാസം ശമ്പളം മാറ്റിയേക്കണം. 2 മാസം ഒരു റൂമിനുള്ളത്. ഇപ്പൊ ഏത് ഷെയറിംഗ് റൂം ആയാലും 2500 മാസം വാടക വരുമല്ലോ. അപ്പോൾ 2-3 മാസം ശമ്പളം മാറ്റി വെച്ചാലും നമുക്ക് റൂമിനുള്ള ഇതാകാം. പിന്നെ ഓരോ വിസിറ്റിങ്ങിന് കൊണ്ടുവന്ന ടിക്കറ്റിനും വിസിറ്റിങ്ങിനും പൈസ. അപ്പോൾ ഒക്കെപ്പാടെ ആയപ്പോൾ ഈ വർഷം കഴിഞ്ഞില്ല, വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഓലൊക്കെ എങ്ങനെ തരോ, അയലോക്കത്തെ ബല് പോയി കുടിയത്തോല് പോയി, മറ്റേ മൂത്താപ്പാൻ്റെ ഓല് പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓൽക്കിങ്ങനെ ഓൽക്കൊരു പൂതി ഇങ്ങോട്ട് ഇപ്പാൻ്റെ അടുത്തേക്ക് പോരാനൊരു പൂതി ഉണ്ടാവുമല്ലോ ഏത് കുട്ടിയാക്കും. ഓലൊക്കെ ഇവിടുന്നൊക്കെ ഫോട്ടോ ഒക്കെ വിടുമ്പോഴിങ്ങനെ ബുർജ് ഖലീഫ ഒച്ചൊന്ന് കാണണപ്പാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗതികേടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം അടുത്ത വെക്കേഷന് ഓലെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനിപ്പം തന്നെ കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചാണ്ട് ഓരോ കാര്യത്തിന് മാറ്റി വെക്കണം. ഇത് നമ്മൾ സാധാരണ ശരാശരി പ്രവാസിന്റെ അവസ്ഥ തന്നെയാണ്. നമുക്കൊരു ഫാമിലിന്റെ കുട്ടികളെ കൊണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണക്കൂട്ടി വെച്ചേ മതിയാവും. അല്ലാതെ നമുക്കിപ്പോ റെഡിയില് ഇതൊരു പിന്നെ കുഴപ്പം പറയല്ല, നമ്മള് ശരാശരി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇങ്ങനെ കഴിയുള്ളൂ. നമ്മളെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ബാക്കി കിട്ടിയ മിച്ചത്തുനിന്നാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റിയേക്കാൻ പറ്റുള്ളൂ. ഇനി ജയിപ്രായം എന്താ, ഒരു കുറി കൂടണം. കുറി കൂടിയാൽ എന്താ ആ പൈസ ഇട്ടുമ്പോൾ നമുക്ക് റൂമിന് മാറ്റിയേക്കാനും. ഇൻഷാ അല്ലാഹ് അടുത്ത വല്ല വാക്ക് മാറ്റിക്കണം എന്നുണ്ട്.